ജനുവരി 20-ന് ഡിവൈഎഫ്ഐ നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ വിജയത്തിന് സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. പൊന്നാനി ബ്ലോക്ക് തല സംഘാടക സമിതി രൂപീകരണ യോഗം ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് നടന്നത്. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി ജനുവരി 20-ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ വിജയത്തിനായി പൊന്നാനി ബ്ലോക്ക് തല സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. ഡിവൈഎഫ്ഐ പൊന്നാനി ബ്ലോക്ക് പ്രസിഡന്റ് CP അഭിലാഷിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് PK കല്ലിമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജനുവരി മാസം 20-ാം തീയതി കേരളത്തിലെ 614 കിലോമീറ്റർ ദൈർഘ്യമുള്ള പ്രദേശത്ത് മനുഷ്യർ പരസ്പരം കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റം വരെ മനുഷ്യ ചങ്ങല നിൽക്കുന്നു. ഡിവൈഎഫ്ഐ അവകാശപ്പെടുന്നത് പോലെ ഇതൊരു യുവജന മനുഷ്യ ചങ്ങലയായി മാറണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം വർദ്ധിതമായ അധികാരത്തോടുകൂടി രാജീവ് ഗാന്ധി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വകാര്യവൽക്കരണത്തിന്റെ ആദ്യത്തെ തുടിപ്പുകൾ തുടങ്ങാൻ തുടങ്ങിയത്. 1987 കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ ഭരണമാറ്റത്തിന്റെ ഭാഗമായി സഖാവ് നായനാർ അധികാരത്തിൽ വന്നു. പക്ഷെ കേന്ദ്രം സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുമ്പോൾ ആദ്യമായി അതിൻ്റെ ഇരകളാക്കപ്പെട്ടത് ഇന്ത്യയിലെ യുവാക്കളാണ്. അതുകൊണ്ടാണ് തൊഴിൽ ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ മുഴുവനായി ഒരു ഐക്യചങ്ങല ഡിവൈഎഫ്ഐയുടെ ചരിത്രത്തിൽ ആദ്യമായി 7 വർഷം മാത്രം പ്രായമുള്ള ഡിവൈഎഫ്ഐക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അന്നൊരു അത്ഭുതമായിരുന്നു. CPM പൊന്നാനി ഏരിയ സെക്രട്ടറി CP മുഹമ്മദ് കുഞ്ഞി, പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ബിൻസി ഭാസ്കർ, ബ്ലോക്ക് സെക്രട്ടറി KP സുകേഷ് രാജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ബ്ലോക്ക് ട്രഷറർ തേജസ് K ജയൻ സ്വാഗതവും ബ്ലോക്ക് കമ്മിറ്റി അംഗം ബിജിൻ നന്ദിയും പറഞ്ഞു. വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ KK ജംഗ്ഷൻ പൊന്നാനിയിലും. 200 രൂപയുടെ ലാഭമേള, 5 രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും. ഓരോ 500 രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ. KK ജംഗ്ഷൻ, എടപ്പാൾ റോഡ്, പൊന്നാനി.